നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 283rd day. Today 54th sloka of 4th chapter. For details please see the discussion box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 283 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 54ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 54ാമത്തെ ശ്ലോകം. ഷാൺമാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യ തേ ഗൃഹേ. ഷാൺമാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യ തേ ഗൃഹേ. ഓം തത്സത്. എൻ്റെ അനുജത്തി തുടർന്ന് പറയുകയാണ്. എൻ്റെ ബാലനെക്കുറിച്ച് ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ 6 മാസത്തിൽ ജീവിച്ചു കിടന്നു, അതിൽ പിന്നെ മരിച്ചു എന്ന് ഞാൻ പറയാം. അതിനെ അനുസരിച്ച് ജനങ്ങളും പറയും. ആ ബാലനെ നിൻ്റെ അരികത്ത് കൊണ്ടുവന്നു തരാം. നിത്യവും ഞാൻ നിൻ്റെ ഗൃഹത്തിൽ വന്ന് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യാം. അതായത് താൻ ഗർഭിണിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, 6 മാസം കഴിഞ്ഞ് മരിച്ചുപോയി എന്ന് ഞാൻ എല്ലാവരോടും പറയാം. ഞാൻ അതുകൊണ്ട് തന്നെ നിത്യവും ആ കുഞ്ഞിനെ നിനക്ക് നൽകിയിട്ട് നിത്യവും നിൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞിനെ പാലും മറ്റും കൊടുത്ത് പരിപാലിച്ചു കൊള്ളാം എന്നാണ് അനുജത്തി പറയുന്നത്. ധനത്തിന് ആഗ്രഹിച്ചിട്ടാണ് അനുജത്തി അവൾക്ക് ഇങ്ങനെ പറയുന്നത്. ജ്യേഷ്ഠത്തിയും അനുജത്തിയും ഒരുപോലെ ഗുണങ്ങളുള്ളവരാണ്. അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെയുള്ള സ്വഭാവമാണ് ഉള്ളത് എന്ന് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ജ്യേഷ്ഠത്തി പറയുമ്പോൾ അതിനെ അനുസരിച്ച് അവൾക്ക് സപ്പോർട്ടായിട്ടാണ് ഈ അനുജത്തി പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് നൽകാം, ആ കുഞ്ഞിനെ നിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വച്ചുകൊള്ളുക. എൻ്റെ ഭർത്താവിന് അല്പം ധനം നൽകിയാൽ പോലും മതി, ഞാൻ നിത്യവും വന്ന് നിൻ്റെ വീട്ടിൽ ആ കുഞ്ഞിനെ രക്ഷിച്ചു കൊള്ളാം, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞുകൊള്ളാം ജനങ്ങളോട്. ക്രമേണ ജനങ്ങളത് വിശ്വസിച്ചു കൊള്ളും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ അനുജത്തി ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഷാൺമാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യ തേ ഗൃഹേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.